ഇന്നലെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിട്ടു നിന്ന് 2-3 ക്ലിപ്പുകളുണ്ട്. ഏതോ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത്ര വാഴയോ തേങ്ങയോ എന്തൊക്കെ ഒരു സാധനം. അതിൽ സ്ക്രീനിൽ ദ്വേർക്കുന്നുണ്ട്. എന്നിട്ട് സദസ്സരെല്ലാവരും കൂടെ ദ്വേർക്കാണ്. ഇത് ജീവിതമല്ല, ഇത് സിനിമയാണെന്നുള്ള ബോധത്തിൽ നിന്ന് മാറുകയാണ്. ആമീൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സദസ്സർ. ഞാനതിൻ്റെ മതപരമായ സംഗതികളെ കുറിച്ച് തൽക്കാലം പറയുന്നില്ല. ഇത് ജീവിതം. അങ്ങനെയാണ് പണ്ട് നമ്മൾ ഈ വേദിയിൽ തന്നെ 2 കോമാളികളെ കുറിച്ച് ചില പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവരെന്തിൻ്റെ അതിന് മറുപടി പറഞ്ഞത് ഇത് അഭിനയാണെന്നും മറ്റേത് ജീവിതമാണെന്നും ബോധമുണ്ട് കുട്ടികൾക്കൊക്കെ എന്നാണ്. ആർക്ക് ബോധം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കൂ. ഇരുന്ന് കരയാണ് അവിടുത്തെ ദ്വാരക്കൽ കേട്ടിട്ട് ഒരു ഉമ്മാമ സിനിമ ഹാളിൽ. അത് ഈ സാഹസ് പ്രദർശിപ്പിക്കുന്ന എത്രമേൽ സംഘത്താണെന്ന് എനിക്കറിയില്ല. അവിടുന്ന് ദ്വാരക്കാണ് നമ്മൾ ഈ ചെല്ലിയതിൻ്റെ ഒക്കെ ഫലം ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ എന്ന്. ആ സമയത്ത് സദസ്സിലിരിക്കണ എല്ലാവരും കൂടെ ആമീൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് ജീവിതാന്ന് ബോധമുണ്ടോ അവർക്ക്? ഈ ആമീൻ എന്ന് പറയുന്ന ആരാ? സിനിമ ആണെന്നാണ് ആമീൻ. മേലെ കളി നടക്കുകയാണ് സ്ക്രീനിൽ. ദ്വൈക്ക ആമീൻ പറയുന്ന സാഹസര മൊത്തത്തിലാണ്. എന്തായിരിക്കും ബോധമല്ലേ ഇത് സ്ക്രീനാണ്, ഇത് അഭിനയാണെന്ന് പരിഹസിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം പോക്കിരിത്തരങ്ങൾ ദീനിന്ന് പുറത്തുപോകാൻ കാരണമാകും. ജൂതന്മാർക്ക് ഏറ്റവും നമ്മുടെ ഒരു ഉദ്ദേശം നമ്മുടെ ആമീനിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് തോന്നിയാസം കാണിക്കുക. സിനിമകൾ കയറി നിന്നിട്ട് കരയാണ് ഭയങ്കര ഒരു കുട്ടി. ഈ കുഞ്ഞു മനസ്സെന്ന് പറഞ്ഞു, ഈ കുട്ടിയുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ആമീൻ പിടിച്ച് മുഖം തുടക്കണ ഈ കുട്ടിക്ക് ഇത് സ്ക്രീനാണെന്നും ഇത് സിനിമയാണെന്നും ഇത് ജീവിതമല്ല എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഈ കുട്ടിയുടെ നിഷ്കപട ഭാവം നോക്കൂ നിങ്ങൾ. ആമീൻ ആമീൻ എന്ന് പറഞ്ഞ കുട്ടി എത്ര ആവേശത്തിൽ ഉണ്ടോ മുഖം തുടക്കണം. ഇടി നടക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കുട്ടി. ഇത് സിനിമയാണ്, ഇത് ജീവിതമാണെന്നുള്ളതല്ല. അവൻ മനസ്സിലാക്കിയത് എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ്. അങ്ങനെ ക്രിമിനലുകൾ സിനിമ വഴി സീരിയലുകൾ വഴി ധാരാളമായി സൃഷ്ടിക്കപ്പെടുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളായിരിക്കും. 6-ാം നൂറ്റാണ്ടാണ് ഭേദം എന്നൊക്കെ പറയേണ്ടി വരും. അല്ലാതെ